റൂഹകന്നാലും പൊന്നെ ഞാൻ മറക്കൂല, ഖബറടഞ്ഞാലും കൽവിൻ വാതിലടയൂല. തൂമഞ്ഞിൻ തൂവലേ പൂത്തഴുകും കാറ്റലേ ചെങ്കിൽ ചേർത്തു. ഞാനിന്നിവിടെ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ദിവസമായി ഇങ്ങനെ പൊടിച്ച് വെച്ചത്. അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ആ ചൂടുള്ള ഒരു ഫ്രൈ പാനിൽ തന്നെ ഇതിട്ട് അവനൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ട് വീണ്ടും ആ പഴയ ഒരു ഇതൊക്കെ പോയി നല്ല ഫ്രഷായി കിട്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഒരുപാട് ദിവസമൊക്കെ പൊടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കട്ട കുത്തൂലേ. അപ്പോൾ ഇത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ചൂട് ചിക്കാൻ മതിയിട്ടാ. അപ്പം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടാ. ആ പണ്ടത്തെ സ്മെല്ലൊക്കെ കിട്ടി ഇതായിട്ടാ. അപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് സാധാരണ ആ ഒരു ടിന്നൊന്ന് തുടച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കുപ്പി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ലൊരു യൂസായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം, പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പൊടി ബാക്കി ഉണ്ടാവില്ല. അത് അതിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് പെട്ടെന്ന് കട്ട പിടിച്ച് ഇതാവും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചെറിയൊരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും പത്തിരി ഉണ്ടാക്കുമ്പോഴൊക്കെ വീണ്ടും അത് കുഴയ്ക്കുക. അപ്പോൾ നമുക്ക് ആ പൊടി വേസ്റ്റ് ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടി തന്നെ എടുത്ത് നമുക്ക് പറ്റും. അപ്പം നമുക്കത് വേസ്റ്റാക്കി കളയേണ്ടി വരില്ല. ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആ പൊടി കൂടി മിക്സ് ആക്കിയിട്ടാണ് കുഴച്ച് വരികയാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ അതും കൂടി അതിൽ ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലൊരു ഓട്ട അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടിന്നിൽ ആക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര കൂടെ നമുക്ക് വേസ്റ്റായി പോവില്ല. അതൊന്നും അല്ലാണ്ട് വേസ്റ്റായി പോവില്ല. അതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ പൊടിയൊക്കെ പോവുമല്ലോ. പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ച് ഇങ്ങനെയുള്ള കളറുകളൊക്കെ വന്നത് കുറേ ആകെ തുടച്ചാലും അധികം ഇങ്ങനെ വൃത്തിയാവില്ല. അവിടെ ഒക്കെ ഞാൻ തുടച്ചു കൊടുത്തൊക്കെ ഇങ്ങനെ. അപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് കുറച്ചെടുത്തിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. എടുത്താണ് കേട്ടോ. ചപ്പാത്തി കുഴച്ച ഒരു ഭാഗമാണ്. ആ ഒരു എണ്ണയൊക്കെ തട്ടുമ്പോൾ വേഗം നമുക്കതിന് പോവും. അപ്പോൾ പിന്നെ പൗഡറാണെങ്കിലും ഇങ്ങനെയുള്ള പൊടികളൊക്കെ ടൈലുമ്പോൾ ാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒന്നും എടുക്കണ്ട. മോശമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മളെ സ്ലാബിൽ വന്ന് ഇതിങ്ങനെ ഒരു തുണി വെച്ചിട്ടോ കടലാസ് വെച്ചിട്ടോ, ഞാനിപ്പോൾ കൈ കൊണ്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ക്ലീനായി. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ തുടയ്ക്കുന്ന പോലെ തുടച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, അവിടെ ഇപ്പോൾ ചപ്പാത്തിയുടെ പൊടി ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഏതായാലും ചപ്പാത്തി ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ സാധാരണ പോലെ നമുക്ക് ഇരിക്കും കേട്ടോ നമ്മളെ സ്ലാബ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് ബെസ്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇതും നല്ലൊരു യൂസായിട്ട് തന്നെ ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളം കടിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, കാലുമ്മ ചൊറിച്ചിൽ ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നല്ലൊരിതാണ്. ഞാൻ കുറച്ച് പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞെടുക്കാം. ചെറുതായി അരിഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ കാച്ചിയിട്ട് ഉണ്ടല്ലോ, മേലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കാലിൻ്റെ ഇടയിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ല പോലെ കുറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മതി, നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട.
അതുപോലെ തന്നെ ഡെങ്കിപ്പനിയൊക്കെ നടക്കുന്ന ടൈമാണ്. ഡെങ്കിപ്പനിയൊക്കെ ഉള്ളപ്പോൾ കൗണ്ട് കുറയാണ്ടിരിക്കാനൊക്കെ നമുക്ക് ഇതിൻ്റെ പപ്പായയുടെ ചെറിയ കൂമ്പലുണ്ടല്ലോ, ഈ കൂമ്പല ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി കേട്ടോ. അതൊക്കെ നല്ല കുറവ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ആവി പിടിക്കുമ്പോഴൊക്കെ ഒരു തണ്ട് ഇടുക. അങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് കുറവ് കിട്ടുക. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു വെളിച്ചെണ്ണ കാച്ചിട്ടാ. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ. കുറച്ച് എണ്ണയിലോ വെളിച്ചെണ്ണയിലോ നമുക്ക് ഇതുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് വളങ്ങടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാലും പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ തടിപ്പ്, വീർപ്പ്, ചൊറിച്ചലൊക്കെ മാറും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇതിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നല്ലൊരു കുറവ് കിട്ടും. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴല്ല, അതൊന്ന് വയ്ക്കാൻ വെക്കണം. ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. പണ്ട് കാലത്ത് വലിയമ്മമാരൊക്കെ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വളം കഴിക്കൊക്കെ ഇതുപോലെ പപ്പായയുടെ ഇല നല്ല എഫക്റ്റാണ്. ക്ലീനിങ്ങിനും ബെസ്റ്റാണ് കേട്ടോ പപ്പായയുടെ ഇല വെച്ചുള്ള ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പറ്റുന്നതൊന്ന് കയറി നോക്ക്. നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് തന്നെയാണ് കേട്ടോ പപ്പായയുടെ ഇല. അപ്പോൾ ഇത് പെട്ടെന്നാവും. ഇപ്പോൾ അത് കണ്ട മുരിഞ്ഞ് ഇലയുടെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. മാറ്റിയെടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അരിപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇത് ഒഴിക്കാം. അപ്പോൾ നല്ലൊരു വെളിച്ചെണ്ണ കാച്ചിയത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ചൂട്ടോടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി പുഴുക്കടിക്കൊക്കെ നല്ല ഒരു എഫക്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ കാല് എവിടെയാണ് കാലിൻ്റെ നഖത്തിൻ്റെ സൈഡ്, കാലിൻ്റെ വിരലിൻ്റെ ഇടയിലൊക്കെ പറ്റി കൊടുക്കാം. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ എപ്പോഴും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇടയിൽ കാലിൻ്റെ ഇട ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഈ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി കൊടുക്കുക. അപ്പോൾ ആദ്യം ഉപ്പ് വെള്ളത്തോണ്ട് കാല് കഴുകുക. അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ വെച്ച് നല്ല കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിൽ വെക്കുക കാല്. എന്നിട്ട് കുതിർന്നിട്ട് ആ കാലിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഒരു ഇതൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ നല്ല പോലെ തുടച്ചിട്ട് വെള്ളം കൊപ്പിയെടുത്ത് തുടച്ചതിൻ്റെ ശേഷം ഈ വെളിച്ചെണ്ണ പറ്റി കൊടുത്താൽ മതി. പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ല ഒരു ഇതാണ്. ഇത് എന്നിട്ടൊരു കുപ്പിയിലൊക്കെ ആക്കി ഇങ്ങനെ കുപ്പിയിൽ നിന്ന് കൈ കൊണ്ട് തോണ്ടിയെടുക്കരുത്. ഒരു കയ്യിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബഡ്സോ അങ്ങനെ എന്തെങ്കിലും മുക്കിയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ വേഗം എണ്ണ ചീത്താവും. ഇതുപോലെയുള്ള വീഡിയോസും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണേ. ഇതിലത്തെ കൊറ്റനുണ്ടല്ലോ, ഈ കൊറ്റൻ നമുക്ക് കളയണ്ട. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ചിരാതിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു കർപ്പൂരം വെച്ച് കത്തിക്കുക അല്ലെങ്കിൽ തിരി വെച്ച് കത്തിച്ചാലും ആ ഒരു പോക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അകത്ത് അവരോടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഒരു കൊതുകും പല്ലി അങ്ങനത്തെ ഇതൊക്കെ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2-3 പ്രാവശ്യം എടുക്കാനുണ്ട്. ഇതൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് കളയണ്ട. വെളിച്ചെണ്ണയോട് കൂടിയിട്ട് തന്നെ ആകുമ്പോൾ കത്താനും സുഖമാണ്. അപ്പോൾ ഇതൊരു തിരി വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കർപ്പൂര വെച്ച് കൊടുത്താൽ സന്ധ്യാസമയത്ത് നമുക്ക് കത്തിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ.